ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24:44 അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങി ഇരിപ്പിൻ. കർത്താവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ലോക സംഭവങ്ങള് എല്ലാം ഈ അന്ത്യകാല പീരീഡിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വലിയ മാരക രോഗങ്ങള്, ഭൂമികുലുക്കങ്ങള്, പകർച്ചവ്യാധികള്, മാത്രമല്ല ഇപ്പോൾ വല്ലാതെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു പ്രധാന കാര്യമാണ് ലോക മഹായുദ്ധങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യുദ്ധം നടന്നത് ഈ 20-ാം നൂറ്റാണ്ടിലാണ്. ഏതാണ്ട് ഈ 1900 ശേഷമായിട്ട് നാം ചിന്തിക്കുമ്പോൾ എത്രയോ വലിയ യുദ്ധക്കെടുതികൾ ഏറ്റുവാങ്ങേണ്ടതായ അനുഭവങ്ങളാണ് ഓരോ രാജ്യത്തിനും ഉണ്ടായിട്ടുള്ളത്. ഒന്നാം ലോകമഹായുദ്ധം 1914 മുതൽ 18 വരെ ഉള്ള അത്രയും കാലയളവ് നീണ്ടു നിന്നപ്പോൾ ഏതാണ്ട് 1.5 കോടിയോളം ജനമാണ് മരണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. അതേപോലെ 1932 മുതൽ 39 വരെ സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം, ആ കാലഘട്ടത്തിലും ഏതാണ്ട് 7 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. 1939 മുതൽ 45 വരെ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏതാണ്ട് 6.5 കോടി ജനമാണ് മരണപ്പെടുവാനായിട്ടിടയായത്. 1950-53 ആ കാലഘട്ടത്തിൽ നടന്നതായ കൊറിയൻ യുദ്ധം 10 ലക്ഷത്തോളം ആളുകൾ അപ്പോഴും മരണപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 1954 മുതൽ ഏതാണ്ട് 75 വരെ കാലഘട്ടത്തിൽ നീണ്ടു നിന്നിട്ടുള്ളതായ വിയറ്റ്നാം യുദ്ധത്തില് അവിടെ ഏതാണ്ട് 25 ലക്ഷത്തോളം ആളുകളാണ് ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട് മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നത്. കൂടാതെ കംബോഡിയൻ കൂട്ടക്കൊല 20 ലക്ഷത്തോളം ആളുകൾ അങ്ങനെയും മരണപ്പെടുവാനായിട്ട് ഇടയായി. 1991 തുടങ്ങിയ സൊമാലിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഏതാണ്ട് 4 ലക്ഷം ആളുകൾ അപ്പോഴും മരണപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ, അറബി ഇസ്രായേൽ യുദ്ധങ്ങൾ, ഇറാൻ ഇറാഖ് യുദ്ധം, ആഫ്രിക്കയിലെ വംശീയ കലാപങ്ങൾ, ശ്രീലങ്കയിലെ വംശീയ കലാപങ്ങള്, ഇന്തോനേഷ്യൻ ക്രൈസ്തവ മുസ്ലിം സംഘടനകൾ, യുഗോസ്ലേവിയയിലെ സെർബിയ ക്രൊയേഷ്യ വംശീയ യുദ്ധം, ഇതെല്ലാം നാം നോക്കുമ്പോൾ അനേകർ ഈ യുദ്ധക്കെടുതികളിൽ മരണപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ബംഗ്ലാദേശ് കലാപങ്ങള് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത മത ജാതി വർഗ കലാപങ്ങൾ 20-ാം നൂറ്റാണ്ടിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് അല്പം ചരിത്രം നമ്മൾ പുറകോട്ടൊന്ന് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കോടികൾ അംഗവൈകല്യങ്ങളാൽ കഷ്ടപ്പെടുവാനായിട്ടും ഇടയായി തീർന്നിട്ടുണ്ട്. കൂടാതെ ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിൽ വീണ ആറ്റം ബോംബുകള് ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ആളുകളെ അന്ന് കൊന്നു തള്ളുവാനിടയായി. ഉടൻ കൊല്ലുകയും അതുകൂടാതെ മറ്റ് അനേകം ആളുകൾക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ച് നരകിച്ച് പലപ്പോഴായി മരിക്കുവാനായിട്ടും
ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന്റെ മേല് നടത്തിയ ആ മിന്നല് ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ തുടക്കമാണ്. അതിൽ അന്ന് ഏതാണ്ട് 92% വീടുകൾ, 80% കെട്ടിടങ്ങൾ, 50% ആശുപത്രികൾ, കൂടാതെ അനേക കുഞ്ഞുങ്ങൾ മരണപ്പെടുവാൻ, ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുകയും അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്യുവാനായിട്ട് ഈ 2023 ശേഷവും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം, അതിന്റെ കൂടെ അമേരിക്കയും പങ്കുചേർന്നുകൊണ്ട് നടക്കുന്ന ആ യുദ്ധം ഇപ്പോൾ നമ്മെ, ലോകത്തെ മുഴുവനായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇറാന്റെ മേൽ ഇസ്രായേൽ ശക്തമായി മിസൈൽ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഇറാനും ശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റുകൾ പലയിടങ്ങളിലും ഉയരുന്നില്ല. അതേപോലെ ഗൾഫ് രാജ്യങ്ങളിൽ ആ യുദ്ധത്തിന്റെ ഭീകരതകൾ പലയിടങ്ങളിൽ എയർപോർട്ടുകൾ അത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പെങ്ങുമില്ലാത്തതുപോലെ ഈ 20ാം നൂറ്റാണ്ട് ഇത്രത്തോളം യുദ്ധങ്ങളെ കൊണ്ടും പകർച്ചവ്യാധികളെ കൊണ്ടും മറ്റ് നാനാവിധമായ നിലകളിൽ, കൂടാതെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഒക്കെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ജനത്തിന് യാതൊരു വിധമായ സംരക്ഷണവുമില്ല. ജനത്തിന് സംരക്ഷണം കൊടുക്കേണ്ടുന്ന ഒരു രാജ്യത്തും ഗവൺമെന്റിന് വേണ്ട വിധത്തിൽ ജനത്തെ സംരക്ഷിക്കുവാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ തന്നെ ആശുപത്രികളിൽ നമ്മളൊന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ എത്രയോ ഭീകരമായ അനുഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. പെട്ടെന്നുണ്ടായതായ സ്ട്രോക്കാണ്. ഞായറാഴ്ച താന് ദൈവവചനമൊക്കെ സംസാരിച്ച് ആലയത്തിൽ ശുശ്രൂഷിച്ചതാണ്. എന്നാൽ പെട്ടെന്നൊരു സ്ട്രോക്ക് ഉണ്ടാകുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുവാനായിട്ട് ചെന്നു. പക്ഷെ അവിടെ സ്ഥലമില്ല. തന്റെ ബോധം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കൈകാലുകളിട്ട് അടിക്കുന്നു. ഒരു കട്ടിലില് മറ്റൊരു രോഗിയുടെ കൂടെ, ആ രോഗിയും വളരെ കഠിനമായ നിലയിൽ പ്രയാസപ്പെടുന്ന ഒരു രോഗിയാണ്. ആ കൂടെ കിടത്തിക്കൊണ്ടാണ് അത്യാവശ്യമായ മറ്റ് ട്യൂബുകളും മറ്റുമൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിലാണ്. ഓർക്കുക, നമ്മുടെ ആശുപത്രികളിൽ മരുന്നില്ല. അപ്പോൾ തന്നെ പറയുകയാണ്, ആ ട്യൂബൊന്ന് ഒട്ടിച്ചു വെക്കാനായിട്ട് ഒരു ടേപ്പ് അതിന് കുറിച്ചു തരികയാണ്. അത് വെളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം. അതുപോലും അവിടെ ഇല്ല, മരുന്നുകളില്ല. ഗവൺമെന്റുകൾ, ഓരോ ഗവൺമെന്റും ആ അധികാരത്തിൽ കയറുമ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നവര് കുറ്റം പറയാറുണ്ട്. വീണ്ടും അവർ ഭരണപക്ഷത്ത് കയറുമ്പോഴും ഒക്കെ അതിനെക്കാട്ടിൽ ഗതി ഇത് തന്നെയാണ്. ജനത്തിന് അത്യാവശ്യമായ ഒരു ബെഡ് പോലുമില്ല, അല്പം മരുന്ന് പോലും കൊടുക്കുവാനില്ല, അത്യാവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ല, നഴ്സസ് ഇല്ല. അപ്പോഴാണ് കോടികൾ ചെലവിട്ടുകൊണ്ടുള്ള യുദ്ധങ്ങൾ എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, എത്രയോ ദയനീയമായ ഒരു അനുഭവത്തിൽ കൂടെയാണ് ലോകം മുഴുവനും പോകുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. കാരണം എന്ത്? ഒറ്റ കാര്യമാണ്. മനുഷ്യൻ അവന്റെ സൃഷ്ടാവിനെ മറന്നുപോയി. അവൻ ബോധിച്ചതുപോലെ അവൻ ജീവിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു. മനുഷ്യന് ഒരു മടങ്ങി വരവ് ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. യഥാർത്ഥമായി ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ. അതേ, ഈ ദൂത് കേൾക്കുന്ന ആമേൻ ആരെങ്കിലും യേശു ക്രിസ്തുവിനെ വേണ്ട വിധത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചില്ല എങ്കിൽ അതിനുള്ള സമയമാണ് അവശേഷിക്കുന്നത്. ഈ ലോകം അധികം നാള് മുൻപോട്ട് പോകുകയില്ല എന്ന് ഒരിക്കൽ കൂടി ദൈവവചനാടിസ്ഥാനത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോടെതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണുനീർ